ഒരു ക്ഷേത്രത്തിനകത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പീരങ്കി കാണുക എന്നത് ആരിലും വിസ്മയമുണർത്തുന്ന കാഴ്ചയാണ്. കാസർഗോഡ് അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ എത്തണം. ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പീരങ്കി ടിപ്പു സുൽത്താൻ ഉപേക്ഷിച്ചു പോയതാണ്. ടിപ്പു ക്ഷേത്രം ആക്രമിക്കാൻ ഇവിടെ എത്തുകയും തുടർന്ന് പീരങ്കി ഉപേക്ഷിച്ചു പോയതിനു പിറകിലും നാട്ടുകാർക്ക് പറയാനൊരു കഥയുണ്ട്. നമുക്ക് അതെന്തെന്ന് കേട്ടറിയാം. ഇവിടെ ടിപ്പു ക്ഷേത്ര പരിസരത്ത് പീരങ്കി ഉപേക്ഷിച്ചു പോയതിന് പിറകിൽ ഒരു സംഭവമുണ്ട്. അത് പരിസരവാസി കൂടിയായ ബാലകൃഷ്ണൻ അടൂർ അദ്ദേഹം നമ്മോട് വ്യക്തമാക്കും. മാഷ, എന്താണ് ഇതിന് പിറകിലുള്ള സംഭവം? ടിപ്പു സുൽത്താൻ ക്ഷേത്രത്തിലേക്ക് വരികയും വന്നിട്ട് മൊത്തം തച്ചുടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് കയറി പോകുന്നുണ്ട്. ക്ഷേത്രത്തിനകത്ത് കടന്നിട്ട് അപ്പോൾ അവിടെയുള്ള ഈ പൂജാരിമാരും ആൾക്കാരൊക്കെ അവൻ്റെ കാലെ പിടിച്ചൊക്കെ അപേക്ഷിച്ചു, ഇത് ദയവേത് ഇത് പൊളിക്കരുത്, വളരെ ദിവ്യത്വമുള്ളൊരു സംഭവമാണ്, നന്ദി ശിവൻ്റെ വാഹനമാണ്, അതുകൊണ്ട് അത് ഒന്നും ചെയ്യരുത് എന്ന രീതിയിൽ ടിപ്പുവിനോട് എല്ലാവരും അഭ്യർത്ഥിച്ചു. പക്ഷെ അതൊന്നും ചെവി കൊണ്ടില്ല. ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന പുല്ല് കൊണ്ടുവരികയും ആ പുല്ല് നന്ദിയുടെ മുമ്പിൽ ഇട്ട് കൊടുത്തു. ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചുറ്റ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് ഈ പുല്ല് മൊത്തം തിന്ന് തീർക്കണം, അല്ലെങ്കിൽ ഞാൻ മൊത്തം കൊള്ളയടിക്കും എന്നും പറഞ്ഞിട്ട് അവൻ ആ പുല്ല് നന്ദിയുടെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് പ്രദക്ഷിണം വന്നു. ആ പ്രദക്ഷിണം വരുമ്പോഴത്തേക്ക് ഇവൻ കണ്ട കാഴ്ച വളരെ അത്ഭുതപ്പെടുത്തിയവനെ. ഈ ചാണകത്തിൻ്റെ മുദ്ദ ഉണ്ടല്ലോ, ചാണകം ഇങ്ങനെ അവിടെ വീണ് കിടക്കുകയും ആ ചാണകത്തിന് ഇങ്ങനെ ആവി പറക്കുന്നതുമായിട്ട് അതിനുള്ള ദൃശ്യമാണ് ഈ ടിപ്പു സുൽത്താൻ കാണുന്നത്. അങ്ങനെ ടിപ്പു സുൽത്താൻ ഉടനെ അതിന് ആൾക്കാരൊക്കെ മാറ്റി എല്ലാവരും പുറത്ത് പോകാൻ പറഞ്ഞു. അവർ പുറത്ത് പോയി. അങ്ങനെ അത് നിർത്തി. അപ്പോൾ നന്ദിനൊന്നും ചെയ്തില്ല. പിന്നെ ഇവിടുന്ന് ഒരുപാട് ആഭരണങ്ങളും മറ്റൊക്കെ ഉണ്ടായത് കൊണ്ടുപോയിട്ടുണ്ട്. വെള്ളിയുടേതും സ്വർണ്ണ ആഭരണങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അത് കൈവട്ട അതിലുണ്ടായിരുന്നു. അതിനെ അടുത്ത ടിപ്പുവിൻ്റെ റാണി കുളിക്കാനെടുത്ത കഥയും അത് വേറൊരു കഥയാണ്. അപ്പോൾ ഈ നന്ദിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കഥ ഇതാണ്. ഇതൊരു സംഭവമാണ് നാട്ടുകാർ പറഞ്ഞ് തലമുറകളായി കൈമാറി വരുന്നത് അല്ലേ? അതെ അതെ അതെ, നാട്ടുകാരിങ്ങനെ തലമുറയായി കൈമാറി വന്ന ആ അനുഭവം മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ അപ്പുറത്തൊന്നുമല്ല, ഒരു 4 നൂറ്റാണ്ടിന് ഇങ്ങോട്ടുള്ള കഥയല്ലേ. ഈ സംഭവം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ചരിത്രകാരൻ കൂടിയായ പ്രൊഫസർ നന്ദകുമാർ കോറാത്താണ്. അദ്ദേഹം ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ തലമ്പാടി പഞ്ചായത്തിലാണ് അടൂരുള്ളത്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ തെയ്യങ്കോട് തോറ്റമ്പാട്ടിൽ നമുക്ക് കേൾക്കുന്നൊരു പേരാണ് അടൂരിലെ മഹാലിംഗേശ്വര ക്ഷേത്രം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ അമൂല്യനിധിയായിട്ട് പീരങ്കികളുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്നും ഇവിടെ ചരിത്രശേഷിപ്പായിട്ട് ഇതിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാലത്ത് പടയോട്ടത്തിൻ്റെ എല്ലാം കഥ പറയുന്നവയാണ് ഈ പീരങ്കികൾ. അപ്പോൾ ഈ മഹാക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കൾ സംരക്ഷിക്കുന്ന വലിയൊരു കാര്യമാണ്. ഇവിടെ തന്നെ അടൂർ ശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ലിഖിതമുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല തെളിവുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രവുമായി ഒത്തുപോകുന്ന ഒരു അമ്പലം കൂടിയാണ് അടൂരിലെ മഹാലിംഗേശ്വര ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പീരങ്കി ഇപ്പോൾ ഒരു കൗതുക കാഴ്ചയായി അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിനകത്ത് കിടക്കുകയാണ്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് അടൂർ ക്ഷേത്രത്തിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.